ഇത്തരത്തിലുള്ള ചില പ്രതീക്ഷകളാണല്ലോ നമ്മളെയൊക്കെ ജീവിതത്തിൽ തുടരാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ജീവിതം കൊണ്ട് മുറിവേറ്റവർ ഓരോ നിമിഷവും വഴിക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന 12ാമത്തെ പകലിലേക്ക് നമ്മൾ കടന്നെത്തുകയാണ്. അങ്കോലയിൽ മഴ ഇന്നലെ രാത്രി കാര്യമായി പെയ്തില്ല, അതൊരാശ്വാസമാണ്. പക്ഷേ പുലർച്ചെ ഒരു ശക്തമായ മഴ പെയ്തു. ഇപ്പോൾ ചാറലുണ്ട്. അതിനനുസരിച്ചുള്ള വലിയ മഴ പെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. കാരണം ഈ പുഴകളുടെ വൃഷ്ടിപ്രദേശങ്ങളിലേക്ക് വലിയ മഴ പെയ്തില്ലെങ്കിൽ നീരൊഴുക്കിൻ്റെ അളവ് കുറയും എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്ന കാര്യം. അപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തോതിലേക്ക് അത് കുറഞ്ഞെത്തുമോ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഇന്ന് അല്പസമയത്തിനകം 9 മണിയോടെ 8:30 AK ശശീന്ദ്രൻ കൂടി ഇവിടെ എത്തും. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ഇവിടെ നിന്നൊരു 80 കിലോമീറ്റർ അകലെയാണ്. 8:30 അദ്ദേഹം കൂടി എത്തും. 2 മന്ത്രിമാരും ചേർന്ന് ഇന്നത്തെ നടപടികളെക്കുറിച്ചുള്ള കൂടുതൽ ആലോചനകൾ നടത്തിയതിന് ശേഷം ഇവിടേക്ക് വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ മുഹമ്മദ് റിയാസ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്, അറിയാം. എല്ലാ സാധ്യമായ നടപടിക്രമങ്ങളും എല്ലാം ശ്രമിക്കും എന്ന് മന്ത്രിമാർ വീണ്ടും ഉറപ്പു നൽകുന്നു. അപ്പോഴും മനുഷ്യന് എത്രത്തോളം സാധ്യമാകും എന്നതിന് തീർച്ചയായും പരിമിതികളുണ്ട്. അതിന് സാങ്കേതികമായ സഹായത്തോടെ, യന്ത്രങ്ങളുടെ സഹായത്തോടെ അതിനപ്പുറത്തേക്ക് കടന്നു ചെല്ലും എന്ന് ഈ പ്രഭാതത്തിലും ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അർജുനിലേക്ക് എങ്ങനെ എത്തിപ്പെടും എന്നുള്ളതാണ് ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്നത്. ആ അർജുൻ ഇപ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിലൊരു അംഗമായി മാറിക്കഴിഞ്ഞു. അത്രയേറെ അർജുന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിന് എങ്ങനെ സാധിക്കും? പ്രകൃതി ഓരോ നിമിഷവും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ കാര്യമായി കാത്തിരിക്കുന്നു. ശ്രീധര, മഴ തെല്ല് കുറഞ്ഞിട്ടുണ്ട് ഇന്ന്. പക്ഷേ പന്തൂൺ വരുന്നുണ്ട്. പൊന്തിക്കിടക്കുന്ന ആ ഉറച്ച അടിത്തറയിൽ നിന്നുകൊണ്ട് ആ നിർദ്ദിഷ്ട സ്പോട്ടിലേക്ക് ഊളിയിട്ട് ഇറങ്ങാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം നാവികസേനയും പുലർത്തുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഈ ഒഴുക്കിനെ ഒന്ന് തടയുക, അല്ലെങ്കിൽ ഒന്ന് അതിനോട് പിടിച്ചു നിൽക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഈ പന്തൂൺ ഒക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നലെയൊക്കെ നമ്മൾ അകത്ത് പോയപ്പോൾ കണ്ടിരുന്നു, ഈ ഡിങ്കി ബോട്ടുകൾ അവിടെ ഈ നമ്മൾ കണ്ടെത്തിയ സ്പോട്ടിന് മുകളിൽ നിൽക്കുമ്പോൾ തന്നെ അത് ഒഴുക്കിൽ അങ്ങോട്ട് എൻജിൻ ഓഫ് ചെയ്ത് അവർ ആ സ്പോട്ടിന് മുകളിൽ നിൽക്കുമ്പോൾ ഒഴുക്കിൻ്റെ ശക്തിയിൽ അത് പിന്നിലേക്ക് ഇങ്ങനെ പോകുന്നൊരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇന്നലെ മധുവട്ടം പറഞ്ഞ പോലെ പൊന്തൻ പാലം വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന തരത്തിലുള്ള ഈ പന്തൂണുകൾ കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്നാൽ ഈ സ്പോട്ടിൽ കൃത്യമായി അവർക്കൊരു ഓപ്പറേഷൻസ് നടത്താനുള്ളൊരു സൗകര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗോവയിൽ നിന്നാണത് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞാൽ അത് കൊണ്ടുവന്നാൽ തന്നെ കൃത്യമായിട്ട് ആ സ്പോട്ടിലേക്ക് എത്തിച്ചേർന്ന് അവിടെ കൂടുതൽ പരിശോധനകൾ നടത്താം. എനിക്ക് തോന്നുന്നു അധികം വല്ലാതെ ഭാരമൊക്കെ താങ്ങാൻ ശേഷിയുള്ള സംവിധാനമാണ്. ഒരുപക്ഷെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പില്ല, എന്നാൽ പോലും കൂടുതൽ ഭാരം ഒക്കെ താങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അത്രയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ശ്രീധര. അത് വിദഗ്ധർ പറയുന്നത് അത് സ്വയം അതിൽ എന്തെങ്കിലും ഒരു മോട്ടോറോ മറ്റോ പ്രവർത്തിക്കുന്ന വിധത്തിൽ ജലോപരിതലത്തിൽ ഉറച്ചു നിൽക്കുകയും അതിൽ നിന്ന് ആ ഒരു അടിത്തറയിൽ നിന്ന് താഴേക്ക് ചാടി ആ ഒരു സഹായത്തോടെ മിക്കവാറും ഒരു പൈപ്പോ മറ്റോ ഇറക്കി ഈ താഴേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് ഇതിൻ്റെ കൂടി സഹായത്തോടെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് കൊടുക്കുന്നു. കാരണം കണ്ണ് കാണാനാവാത്തത്ര കലങ്ങി മറിഞ്ഞെത്തുന്ന വെള്ളം, വല്ലാത്ത നീരൊഴുക്ക്. അപ്പോൾ 5 നോട്ടിനപ്പുറമൊന്നും പറ്റില്ല എന്ന് നാവികസേന വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ഒരു 3ഓ 4ഓ ആണെങ്കിൽ പോലും, 2ഓ 3ഓ ആണെങ്കിൽ തീർച്ചയായും അവർക്ക് ചാടി ഈ കലക്കവെള്ളത്തിലെത്തി എവിടെയാണ് ഇതിൻ്റെ അവസ്ഥ എന്താണ്. ഇന്നലെ ആ മൺതുരുത്തിന് നടുവിലായി ഒരു സ്പോട്ട് കൂടി കണ്ടെത്തിയിരുന്നു, 4ാമതൊരു സ്പോട്ട്. അപ്പൊ ഇതിൽ എവിടെയാണ് എന്നുള്ളത് കൂടി അറിയുക ഭയങ്കര പ്രധാനമായിരിക്കും. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ പറയുന്നതനുസരിച്ച് ആ മൺകൂനയ്ക്കും അല്ലെങ്കിൽ മൺതിട്ടയ്ക്കും കരയ്ക്കും ഇടയിൽ 40 മീറ്റർ പരിധിയിൽ, മൺതിട്ടയിൽ നിന്ന് 40 മീറ്റർ ദൂരത്താണ് ഈ സ്പോട്ട് കണ്ടെത്തിയിട്ടുള്ളതെന്നാണ്. ഏതായാലും മധുവട്ടം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പൺതൂണിൽ നിന്ന് താഴേക്ക് ചാടുക, അടിത്തട്ടിലേക്ക് എത്താൻ ചാടുക എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും അവിടെ ഒഴുക്ക് വില്ലനായി തന്നെ തുടരുന്നുണ്ട്. ഇപ്പോഴും ഒഴുക്കിന് യാതൊരു ശമനവുമില്ല. ഇന്നലെ കളക്ടർ പറഞ്ഞു, മിനിഞ്ഞാന്ന് 6 നോട്ടായിരുന്നു ഈ പുഴയുടെ ഗതിശക്തിയെങ്കിൽ
ഇന്നലെ അത് 8 നോട്ടായി. അപ്പോൾ ഇന്നലെ രാത്രിയും മഴ പെയ്തിട്ടുണ്ട്, വല്ലാത്ത കുത്തൊഴുക്കുണ്ട്. ഇപ്പോൾ ഈ ഗംഗാവലിയുടെ ഒരു പൊതു സ്വഭാവം എടുത്താൽ ഏതാണ്ട് ഒരു 160 കിലോമീറ്ററാണ് ഈ പുഴ ഒഴുകുന്നത്. മലനാട്ടിൽ നിന്ന് തുടങ്ങി ആദ്യം വളരെ ശാന്ത സ്വഭാവത്തിൽ, അതെ, ആദ്യം വളരെ ശാന്ത സ്വഭാവത്തിൽ ഒഴുകുന്ന പുഴയാണ്. കുറച്ചപ്പുറത്ത് മഗൂഡു എന്ന് പറയുന്നൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ തൊട്ട് പുഴയുടെ സ്വഭാവം ആകെ മാറുകയാണ്. അതുവരെ കണ്ട ശാന്തസ്വരൂപിണിയല്ല, പിന്നീടത് ഉഗ്രരൂപിണിയായിട്ട് മാറുന്നു. അത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം. അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, പുഴ വിചാരിച്ചാലേ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളത് വെല്ലുവിളി തന്നെയാണ്. ഇന്നലെ കളക്ടറും അതുപോലെ തന്നെ MLAയും മന്ത്രിയൊക്കെ പറഞ്ഞ ഒരു കാര്യം അതുതന്നെയാണ്. നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ പുഴയിലെ ഒഴുക്ക് ഏതെങ്കിലും തരത്തിൽ കുറഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ പരിശോധനയിൽ, ഡ്രോണൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ അല്പം തെന്നി മാറിയിട്ടുണ്ട്, ആ ലോറി എടുത്ത സ്ഥാനം തെന്നി മാറിയിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടറൊക്കെ പറയുന്നത്. അത് ഇനിയും ഈ കുത്തൊഴുക്കിൽ പിടിച്ച് കുറച്ചെങ്കിലും മാറുമോ എന്നുള്ള ഒരു സംശയം അവർ പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഡെപ്പോസിറ്റ് അതിന് മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്, ചേറ് അതിലേക്ക് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ വെല്ലുവിളിയാണ്. ഇന്നിപ്പോൾ രാവിലെയും കണ്ടാൽ ഒരു മഴ കൂടുതൽ ഉള്ള ഒരു ദിവസം തന്നെയാണ്. ശമനമില്ല, ആകാശം കാർമേഘം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. മഴ മാത്രമേ ഇന്ന് ഇവിടെ ഉള്ളൂ എന്നുള്ളൊരവസ്ഥയുണ്ട്. എനിക്ക് തോന്നുന്നു ചില ദിവസങ്ങളിലൊക്കെ തെളിഞ്ഞ കാലാവസ്ഥയുണ്ടായിരുന്നു. ഇന്നലെ പക്ഷേ രാവിലെ ഭയങ്കര മഴയായിരുന്നു. ഉച്ചയ്ക്കും മഴയ്ക്ക് യാതൊരു ശമനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നും നമ്മൾ മഴ പ്രതീക്ഷിക്കണം. മുന്നറിയിപ്പുകളുണ്ട്. അതുപോലെ തന്നെ പുഴയിലെ ഒഴുക്ക് ശക്തമായിട്ടുണ്ട്. ഏതായാലും എനിക്ക് തോന്നുന്നു 9 മണിയോടെ മന്ത്രി AK ശശീന്ദ്രൻ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിനുശേഷം ഒരു അവലോകന യോഗം നടക്കും. അതിൽ നമുക്ക് ഇതിൻ്റെ ഒരു അടുത്തൊരു ഓപ്പറേഷൻ എന്താണ്, ഈ 12 ദിവസമായി ഇനി അത് എങ്ങനെ മുന്നോട്ട് പോകണം, അനന്തമായി നീട്ടിക്കൊണ്ട് പോകാനാവുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മോത്തി, ഗോവയിൽ നിന്നാണ് പന്തൂൺ കൊണ്ടുവരുന്നത്. ഇവിടെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇന്നലെ നടത്തിയ പരിശോധനകളിൽ നിന്നും കൃത്യമായി എത്രത്തോളം എവിടേക്ക് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചില കൃത്യമായ ധാരണകളുണ്ട് എന്നാണ് സതീഷ് കൃഷ്ണസേൽ MLA പറഞ്ഞത്. ജില്ലാ കളക്ടറും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഒരു അനുകൂല സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ആ നിമിഷം നമുക്ക് ഇറങ്ങാനാവും എന്ന് ജില്ലാ കളക്ടറും അറിയിക്കുന്നു. ഉദ്യോഗസ്ഥർ എല്ലാം പറയുന്ന ഒറ്റ പോയിൻ്റാണ്, 2 മണിക്കൂർ അനുകൂല സാഹചര്യം കിട്ടിയാൽ എന്ന് വെച്ചാൽ 1 മണിക്കൂറെങ്കിലും നദിയിലെ ഒഴുക്ക് 3 നോട്ടായി നിലനിർത്താൻ കഴിഞ്ഞാൽ അത് കഴിയുമെന്നാണ് അദ്ദേഹം ഉറപ്പ് പറയുന്നത്. മോത്തി, എനിക്ക് തോന്നുന്നു രാഹുലിന് ഇപ്പോൾ നദിയുടെ അരികിലുള്ളത് രാഹുലാണ് അങ്ങേക്കരയിൽ. രാഹുലിന് കുറച്ചുകൂടി അക്കാര്യങ്ങളെ പറ്റി പറയാൻ കഴിയും എന്ന് തോന്നുന്നു മോത്തി. അപ്പോഴും ഇന്നത്തെ ദിവസം നിർണായകമാകുന്നത് നമ്മുടെ മന്ത്രിമാർ ഇവിടേക്ക് 2 പേരും എത്തുന്നു. കൂടുതൽ കൂടിയാലോചനകൾ നടക്കുന്നു. ജിതിൻ അടക്കമുള്ളവർ, അർജുൻ്റെ കുടുംബം ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞ്, ജീവിതം കൊണ്ട് മുറിവേറ്റ ഒരുപാട് പേർ, അവരുടെ ഏകാന്തമായ സങ്കടങ്ങൾ അത് പക്ഷേ ഏകാന്തമല്ലാതാകുന്നു. അത് നമ്മുടെ എല്ലാവരുടെയും സങ്കടമായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗംഗാവലി പുഴ ഇരച്ചൊഴുകുന്നത്. അത് പക്ഷേ മോത്തി, എനിക്ക് തോന്നുന്നു രാഹുലിലേക്ക് പോകാൻ തോന്നുന്നു. തീർച്ചയായിട്ടും മധു, രാഹുലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. അവിടെ കാലാവസ്ഥ ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ എന്ന് തോന്നുന്നു. കുടയൊക്കെ ചൂടി നിൽക്കുന്നത് കാണുമ്പോൾ രാവിലെ മനസ്സിലാവുന്നു. ശക്തമായ കാറ്റുണ്ടോ? ഇല്ല മോത്തി, ഇപ്പോൾ കാറ്റ് ആ വിധത്തിൽ വന്നിട്ടില്ല. പക്ഷേ മഴയും സത്യം പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം നിരന്തരമായ മഴ എന്നൊരു സാഹചര്യം ഇല്ല. ഇത് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ പോലും ഞാൻ പറയും അതൊരു പ്രതീക്ഷ പകരുന്ന ഒന്നാണ് എന്നേ ഞാൻ പറയൂ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ വലിയ മഴ തുടർച്ചയായി പെയ്യുന്ന ഒരവസ്ഥയില്ല. പുലർച്ചെ ഒരു 2:30-3 മണിയോടെ ഒറ്റ മഴ ആർത്തു പെയ്തു. അതിനുശേഷം മഴയുണ്ടായിട്ടില്ല. ഇന്നലെ വൈകുന്നേരം ഏതാണ്ടൊരു 6 മണിക്ക് ശേഷമുള്ള അവസ്ഥയും ഏറെക്കുറെ സമാനമാണ്. ഇതുപോലെ ചാറി നിൽക്കുന്നു എന്നേ നമുക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്ത് മഴ പെയ്തിറങ്ങുന്നു എന്ന് പറയാവുന്ന ഒരു അവസ്ഥയില്ല. അത് പക്ഷേ ഞാൻ പറയുന്നത്, അങ്ങനെയെങ്കിൽ ഇത്രയും മഴ കുറഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് ഗംഗാവലി
പുഴയിലെ നീരൊഴുക്കിൻ്റെ തോത് കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ നിൽക്കുന്നിടത്താണ് കാറ്റില്ല എന്ന് ഞാൻ പറയുന്നത്. ഈ സ്പോട്ടിൽ ഒരുപക്ഷെ കാറ്റുണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റും. കാരണം അത് കുറച്ചുകൂടി ഒരു 2 കുന്നിന് നടുവിലായി കാറ്റിൻ്റെ പാത കൂടിയാണത്. ആ പുഴ എന്നത് കാറ്റിൻ്റെ പാത കൂടിയായി മാറുന്ന ഒരു പ്രദേശമാണ്. പലയിടത്തു നിന്ന് കാറ്റ് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു, പലപ്പോഴും അത്ര പറന്നു പോകുന്ന വിധത്തിൽ കാറ്റ് വീശി അടിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്നും അവിടെ ലഭ്യമാകുന്ന വിവരം മണ്ണെടുക്കുന്നത് തുടരും എന്നുള്ളതാണ്. മറ്റ് നാവികസേനയുടെയും കരസേനയുടെയും ഒക്കെ പ്രവർത്തനം, ദുരന്ത നിവാരണ സേനയുടെ പ്രവർത്തനമൊക്കെ ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷം മാത്രമേ കാര്യക്ഷമമായി എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നുള്ളൂ. മേജർ ജനറൽ ഇന്ദ്രപാലൻ ഡൽഹിയിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നതും ഇതാണ്. കൃത്യമായി ചില നിർദ്ദേശങ്ങളുണ്ട്. അത് പക്ഷേ നടപ്പാക്കാൻ അവിടെ പ്രധാന പ്രതിസന്ധി അത് പുഴയുടെ ഒഴുക്കും പ്രകൃതിയുടെ രൗദ്രഭാവവുമാണ്. അതിനെ എങ്ങനെ മറികടക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ദയവായി തുടരുക.